നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസ് SFIO കുറ്റപത്രത്തിൽ തുടർ നടപടിയുമായി വിചാരണ കോടതി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ തുടർ നടപടി തുടങ്ങാൻ കൊച്ചിയിലെ വിചാരണ കോടതി. കുറ്റപത്രം സ്വീകരിച്ച കേസെടുത്തതിനെ തുടർന്ന് എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുന്ന നടപടികൾ വരുന്ന ആഴ്ചയോടെ വിചാരണ കോടതി പൂർത്തിയാക്കും. ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുമ്പായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും. അടുത്ത ആഴ്ചയോടെ വീണ, ശശിധരൻ കർത്ത തുടങ്ങി 13 പേർക്കെതിരെയും കോടതി സമൻസ് അയക്കും. 114 രേഖകളടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി VPM സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത്. എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ SFIO കുറ്റപത്രത്തിലുണ്ടെന്നും SFIO കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. നല്ല വിധേയത്വം വേണം, പഠിപ്പിക്കാൻ പ്രൊഫസർ അടിമക്കണ്ണ് ഉപയോഗിക്കുന്ന വീഡിയോ കാണാം. പരിഹാസവുമായി N പ്രശാന്ത്. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതിന് പിന്നാലെ പരിഹാസവുമായി N പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പഴയ സിനിമാ രംഗം പോസ്റ്റ് ചെയ്ത് IAS ഓഫീസർമാർ വിധേയരായി പെരുമാറേണ്ടത് ഇങ്ങനെയാണെന്നാണ് പരിഹാസം. നസീർ, ഷീല തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിലെ ഭാഗമാണ് പോസ്റ്റ് ചെയ്തത്. അതിൽ ഷീല ഭയജഗതിയായി പെരുമാറുന്നത് പോലെ IAS ഓഫീസർ പെരുമാറണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നാണ് പരിഹാസം. പോസ്റ്റിൽ മുതിർന്ന IAS ഓഫീസർമാരെ ലക്ഷ്യമിട്ടും പരിഹാസമുണ്ട്. ഹിയറിംഗിന് ഏപ്രിൽ 16 ഹാജരാകാനാണ് N പ്രശാന്തിന് ചീഫ് സെക്രട്ടറി നൽകിയ നിർദ്ദേശം. SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വീടിന് നേരെ ആക്രമണം. SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നന്ദൻ മധുസൂദന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. അക്രമികൾ നന്ദന്റെ തലയ്ക്ക് കമ്പിവടി കൊണ്ടടിച്ചു. 2 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയത്. നേരത്തെയും നന്ദന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു. അന്ന് വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ നന്ദനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാനഡയിൽ കാണാതായ മലയാളിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാറ്റൂർ നീലേശ്വരം സ്വദേശി ഫിൻഡോ ആന്റണിയാണ് മരിച്ചത്. GPS സംവിധാനമുള്ള വാഹനമടക്കമാണ് കഴിഞ്ഞ 5 മുതൽ കാണാതായത്. 12 വർഷമായി ഫിൻഡോ കാനഡയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 6 മാസമായി ഭാര്യയും 2 കുട്ടികളും കൂടെയുണ്ട്. മൊബൈൽ ഫോൺ വീട്ടിലുണ്ട്. ഫിൻഡോ ആന്റണിയെ കാണാനില്ലെന്ന് കാനഡ പോലീസാണ് റിപ്പോർട്ട് ചെയ്തത്. കാണാതായ വാർത്ത ബുധനാഴ്ച കാനഡ പോലീസ് പത്രങ്ങളിൽ നൽകിയിരുന്നു. പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവം. കൊണ്ടോട്ടി സ്വദേശിക്കെതിരെ കേസെടുത്ത് പോലീസ്. മലപ്പുറത്ത് ഫോണിലൂടെ യുവതിയെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം ഏർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം വനിതാ സെല്ല് കേസെടുത്തത്. 1.5 വർഷം മുമ്പാണ് മലപ്പുറം ഊരകം സ്വദേശിയായ യുവതിയും കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയും വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ തന്നെ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് പീഡനം തുടങ്ങിയെന്ന് യുവതി പറഞ്ഞു. ഗർഭിണിയായിരിക്കെ തലകറങ്ങി വീണപ്പോൾ മാരക രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി വിട്ടു. കുഞ്ഞു പിറന്നിട്ട് പോലും ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. 11 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം പിതാവിനെ വിളിച്ച് മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിക്കുന്നെന്ന് വീരാൻകുട്ടി പറഞ്ഞു. വിവാഹ സമ്മാനമായി നൽകിയ 30 പവൻ സ്വർണം വീരാൻകുട്ടിയും കുടുംബവും കൈക്കലാക്കിയെന്നും യുവതിയുടെ പരാതിയിലുണ്ട്.